ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് പോകുന്നത് ഹരിയാന വഴി രാജസ്ഥാനിലെ ജയ്പൂരിലേക്കാണ് കേട്ടോ. ഹരിയാന ബോർഡർ എത്തിയപ്പോൾ നൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഹോട്ടലിൽ റൂമൊക്കെ എടുത്തു. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ജയ്പൂരിലേക്ക് പോകുന്നത്. ജനുവരി 7 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഇവർ പറയാതെ കേക്കൊക്കെ സർപ്രൈസ് കേക്കൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജയ്പൂരിലെത്തി. അവിടെ കേരള ഹോട്ടലിൽ കയറി നല്ല ഫുഡ് അടിച്ചു. ഫുഡ് നാട്ടിലെ ഊണും പിന്നെ ബിരിയാണി കേട്ടോ. കുറേ ദിവസമല്ല 1 ഇയർ നാട്ടിൽ പോയിട്ട്. അപ്പോൾ ഹോട്ടലിൽ പോയപ്പോൾ നമ്മളെ കേരളത്തിലെ ഫുഡും ഐറ്റംസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന ദിവസം എവിടെയും വിസിറ്റ് ചെയ്യാൻ പോയില്ല കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസിലൊന്നും മാളിലൊന്ന് ജസ്റ്റ് കയറി സർവമായ മൂവിക്ക് പോയി. അതും 1 ഇയർ ആയല്ലോ മലയാളം മൂവി കണ്ടിട്ട്. അങ്ങനെ ഡേ 2ലാണ് ഞങ്ങൾ ജൽമഹൽ കാണാൻ പോകുന്നത്. ജയ്പൂരിലെ മൻസാഗർ തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയകരമായ 5 നില കൊട്ടാരമാണ് ജൽമഹൽ അഥവാ ജല കൊട്ടാരം. 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഏകദേശം 1699 അംബറിലെ മഹാരാജ ജയ് സിംഗ് രണ്ടാമനാണ് ഇത് വേട്ടയാടൽ വിശ്രമ കേന്ദ്രമായി നിർമ്മിച്ചത്. രജപുത്ര മുഗൾ ശൈലിയിൽ ചുവന്ന മണൽക്കലയിൽ നിർമ്മിച്ച ഈ കൊട്ടാരത്തിന്റെ 4 നിലകളും വെള്ളത്തിനടിയിൽ. ഇനി നമ്മൾ പോകുന്നത് അംബർ കോട്ടയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പടിക്കിണറിന്റെ അടുത്തേക്കാണ്. അതിന്റെ പേര് പന്നാമേന കുണ്ടിലേക്കാണ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ അത്ഭുത നിർമ്മിതിക്ക് ഏകദേശം 450 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. 8 നിലകളുള്ള ഈ പടിക്കിണറിന് 200 അടിയോളം താഴ്ചയുണ്ട്. അങ്ങനെ പന്നാമേന കുണ്ടിലൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ പോകുന്നത് അമർ ഫോർട്ടിലേക്കാണ്. അംബർ ഫോർട്ടോ അല്ലെങ്കിൽ അമർ ഫോർട്ടോ എന്നും പറയാട്ടോ. അംബർ കോട്ട 10-ാം നൂറ്റാണ്ടിൽ മീണ വംശജർ നിർമ്മിച്ചതും പിന്നീട് 1592 കച്ചവാഹ രജപുത്ര രാജാവായ മാൻസിംഗ് പുനർനിർമ്മിച്ചതുമായ വിസ്മയിക്കുന്ന ഒരു ഫോർട്ടാണ് അംബർ ഫോർട്ട് അഥവാ അമർ ഫോർട്ട് എന്നും പറയുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ശേഷ് മഹൽ. ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 1000കണക്കിന് ചെറിയ കണ്ണാടി കഷ്ണം കൊണ്ട് നിർമ്മിച്ചതാണിത്. ഇതെന്തിനാ നിർമ്മിച്ചതെന്നറിയോ? രാജ്ഞിക്ക് ഉറങ്ങുന്നതിന് മുൻപ് നക്ഷത്രങ്ങളെ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രാജാവ് രാജ്ഞിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അതായത് ഇവർക്ക് രാജ്ഞിക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉള്ളത് കൊണ്ട് പുറത്തു പോകാൻ പറ്റില്ലേനും. അപ്പോൾ ഈ ഒരു ശേഷ് മഹലിൽ മെഴുകുതിരി കത്തിച്ചാൽ ഈ കണ്ണാടികൾ അത്രയും തിളങ്ങുന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അംബർ ഫോർട്ട് ഫുള്ള് കറങ്ങി കണ്ടു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്കല്ല റൂമിലേക്ക് പോവുകയാണ്. ഇനി നാളത്തെ ഡേ 3 ആണ് നമ്മൾ ഇവിടുത്തെ ഹവാ മഹലിലൊക്കെ പോകുന്നത്. അപ്പം അടുത്ത വീഡിയോ നമുക്ക് ഡേ 3 കാണാം. ജയ്പൂരിലെ ഹവാമഹൽ കാണാനാണ് ഇന്ന് പോകുന്നത്. ഇന്ന് ഡേ 3 ആണ് കേട്ടോ. അപ്പം ഇതാണ് പിങ്ക് സിറ്റി. പിങ്ക് സിറ്റിയിലെ ഒരു ഗേറ്റ് ആണ് കേട്ടോ കാണുന്നത്. ഇത് ഒരു 1 വേ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ചെറിയ ഗ്യാപ്പ് കൂടെ വേണം വലിയ വാഹനമാണെങ്കിലും ചെറിയ വാഹനമാണെങ്കിലും പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഇതിൽ നല്ല തിരക്കായിരുന്നു ഇവിടെ ആ സമയത്ത്. അപ്പം എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഈ ക്രൗഡിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഇവിടെ കാണുന്നത് മൊത്തം നമ്മൾ പിങ്ക് സിറ്റി എന്നാണല്ലോ പറയാറ്. പക്ഷെ എങ്കിൽ പിങ്ക് എനിക്ക് തോന്നുന്നു വെയിലായിട്ടാണോ നിറമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഏകദേശമൊക്കെ. അപ്പം ഇതൊക്കെയാണ് പിങ്ക് സിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതാണ് ഹവാ മഹലിൻ്റെ ഫ്രണ്ട് ഭാഗം വന്നിട്ട്. അപ്പം നമുക്ക് ഇനി ഹവാ മഹലിൻ്റെ ഉള്ളോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണേ. ഇങ്ങോട്ട് ഫ്രീ എൻട്രി ഒന്നും അല്ല കേട്ടോ, ടിക്കറ്റ് എടുക്കാറുണ്ട്. ഇന്ത്യക്കാർക്ക് 52 രൂപയും ഫോറിൻകാർക്ക് 202 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വന്നിട്ട്. ഞാൻ നിങ്ങൾക്ക് ഹവാ മഹലിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ സ്മാരകങ്ങളിലൊന്നാണ് ഹവാ മഹൽ. രാജ്ഞിമാർക്ക് പർദ്ദ ധരിക്കാതെ പുറലോകം കാണുന്നതിനായി 953 ചെറിയ ജാലങ്ങളോട് കൂടിയാണ് ഇത് നിർമ്മിച്ചത്. മുൻവശം കാണാൻ 5 നിലകളാണെങ്കിലും ഉള്ളിൽ കയറിയാൽ 1 നിലയിലാണ് കേട്ടോ. ഇവിടെ കാണാൻ ഏകദേശം ഒരു നടുമുറ്റം പോലെയാണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ ഇന്നലെ പോയ അംബർ ഫോർട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു ഇറങ്ങി. അങ്ങനെ വരുന്ന വഴിക്കാണ്
ഡബിൾ നയന് കുറേ ഐറ്റംസ് അവിടെ വിൽക്കാൻ വെച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഐറ്റംസ് ഒക്കെ ഇനി അടുത്തത് പോണത് ലാക്ക് ബാംഗിൾസ് ഉണ്ടാക്കുന്ന ഷോപ്പിലേക്കാണ്. ഞങ്ങൾ ഇന്നലെ അമ്പർ ഫോർട്ടൊക്കെ കണ്ട് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടുത്തെ സിറ്റി പാലസ് ഉണ്ടല്ലോ അവിടേക്ക് പോയിരുന്നു. പക്ഷേ എല്ലാവരും ഫോണിൽ ചാർജ് ആ സമയമാകുമ്പോഴത്തേക്ക് കഴിഞ്ഞു. പിന്നെ നൈറ്റ് ആവുകയും ചെയ്തിരുന്നു. പിന്നെ വീഡിയോസ് എടുത്തിട്ടൊന്നും റെഡി ആയില്ല. അതുകൊണ്ട് ആ വീഡിയോസ് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഈ ഷോപ്പൊക്കെ ഉണ്ടല്ലോ ഹവാമഹലിൻ്റെ നേരെ മുന്നിലുള്ള ഷോപ്പ്. നേരെ മുന്നിൽ വെച്ചാൽ ഹവാമഹലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഷോപ്പുണ്ട്, അതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ആ ലാക്ക് ബാംഗിൾസ് ഉണ്ടാക്കുന്ന ഷോപ്പിലേക്ക് പോകുന്നത്. സംഭവം ആ ഷോപ്പിൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് വരുന്നതായത് കൊണ്ട് കുറേ ദൂരം പോലെ തോന്നുമല്ലോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഈ അപ്നോ മണിയാർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കുറേ റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ വള ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളല്ല ഞാൻ ഏട്ടനെയും കൊണ്ട് ഇവിടെ മെയിനായിട്ട് വന്നത് വാങ്ങാനല്ല, നിങ്ങൾ വിചാരിക്കും വാങ്ങാനാണെന്ന്. പക്ഷെ എനിക്ക് ഈ വളയോട് അത്ര ഒരു ഇതൊന്നുമില്ല. ഇത് ഡയറക്റ്റ് കാണാൻ എനിക്ക് ഭയങ്കര പൂതിയായിരുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ മെടഞ്ഞെടുക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഏട്ടനെയും കൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പം ഈ ഒരു വള ഉണ്ടാക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇൻസെൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്രവം ഉണ്ടാവില്ലേ, റെസിൻ ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് ഈ വള ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ട് ആണ് വള ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ തേനും തേനീച്ചയെന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു റെസിൻ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു പൂതിക്ക് വളമൊക്കെ ഇട്ട്, പൂതിയെന്നല്ല കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. ഇവരിപ്പോൾ ഉണ്ടാക്കുന്ന ഈ വളയ്ക്ക് അവർ പറഞ്ഞത് എത്ര 500-700 സംതിങ് അങ്ങനെ എന്തോ ഒരു റേറ്റാണ് അവർ പറഞ്ഞത്, ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഈ വള ഇങ്ങനെ കാണാനൊക്കെ അടിപൊളിയാണ്. അത് വെച്ച് റേറ്റ് ഞാൻ ജസ്റ്റ് ചോദിച്ചു. ഒരു സെറ്റിന് കാണുന്ന സെറ്റില്ലേ അതിനെത്ര 2000 above ഉണ്ട് എന്നാണ് ഒരു പറഞ്ഞത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൈമേൽ ഇട്ട് നോക്കി, ഏതായാലും ഇവിടെ വന്നില്ലേ അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കി. ഇനി ഞങ്ങൾ പോകുന്ന അടുത്ത ഡെസ്റ്റിനേഷന് അജ്മീറിലേക്കാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. ഇനി നൈറ്റ് ആകുമ്പോഴേക്കും അവിടെ എത്തുക. അപ്പം നാളെ രാവിലെ ആയിട്ട് അവിടുത്തെ വീഡിയോസൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഡേ 4ത്തെ വീഡിയോസായിട്ട് നമുക്ക് അജ്മീറത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഡേ 4 അജ്മീറിൽ ദർഗ കാണാൻ പോവാണ്. നൈറ്റ് ഇവിടെ എത്തി ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തു. രാവിലെ ഞങ്ങളത് വെക്കേറ്റ് ചെയ്ത് നേരെ പോണത് ദർഗ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗം. നല്ല ക്രൗഡാണ് കേട്ടോ. നല്ല ചെറിയ റോഡുമാണ്, അതേപോലെ തന്നെ നല്ല ക്രൗഡുള്ള ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെറിയൊരു ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ അവിടെ വരെ വണ്ടി പോകുന്നൊക്കെയാണ് കേട്ടോ. കാരണം ഇവർ ഹോട്ടലുകാർ തന്നെയാണ് വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഓട്ടോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പകുതിയൊക്കെ എത്തിയപ്പോൾ വണ്ടി നിർത്തി. നോക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഞാരോ വഴിയാണ്. അപ്പം ഞങ്ങൾ നടന്നു പോകണം. ഇവിടെ എത്തി ചപ്പൽസൊക്കെ പുറത്ത് അയച്ചു വെക്കണം കേട്ടോ. അങ്ങനെ കാലൊക്കെ കഴുകി വൃത്തിയായിട്ട് തലയൊക്കെ മറിച്ചിട്ട് വേണം നമ്മൾ ഉള്ളോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിൽ തന്നെ കുറേ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവരാണ് ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ പിന്നെ അത് ഇവിടെ കേട്ട് നിന്നേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഷോപ്പ് കണ്ടില്ലേ, ഇവിടെ കുറേ മാല, ചന്ദനത്തിരി, പിന്നെ കുറേ ഈ ഫ്രെയിം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ ഏർലി മോർണിംഗ് വന്നതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. എന്നാലും തിരക്ക് തിരയില്ല എന്നല്ല ഉണ്ട്. പക്ഷേങ്കിൽ പെട്ടെന്ന് ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന വഴിക്കാണെങ്കിലും ഷോപ്പുണ്ട്. അവിടെ ആണെങ്കിൽ ബേക്കറി ഐറ്റംസും ഫാൻസിയും അങ്ങനെ കുറേ ഷോപ്പുണ്ട് അവിടെ. ഒന്നും വാങ്ങിയില്ല, ഒക്കെ നേരെ കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ വരുന്ന വഴിക്കാണ് ഈ കഴുതന മുകളിൽ വെയിറ്റ് എടുത്തിട്ട് വരുന്നതുണ്ടേ. ഞാനാണെങ്കിൽ ഈ സ്റ്റോറിയിലൊക്കെ ഇങ്ങോട്ട് വായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു മാതിരി തോന്നി. കാരണം അത്രയും വെയിറ്റ് എടുത്ത് പോകുന്നല്ലോ.
അങ്ങനെ ഞങ്ങൾ അതോടന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷന് ഇവിടെ ഒരു അടുത്തൊരു ജെയിൻ ടെമ്പിൾ ഉണ്ട്, അങ്ങോട്ടാണ് പോണത്. അവിടെ 1000 കിലോ സ്വർണം കൊണ്ട് പണ്ടുള്ള നമ്മൾ അയോധ്യ ഉണ്ടല്ലോ, അയോധ്യ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ. അപ്പം സോണിജിക്ക് നസിയ എന്നാണ് അങ്ങോട്ട് പറയാം. അപ്പം നമുക്ക് അതും കൂടെ കണ്ടിട്ട് പോകാമല്ലോ അല്ലേ. ഇവിടെ ഇന്ത്യക്കാർക്ക് അങ്ങനെ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ, ഫ്രീ എൻട്രി ആണ്. നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി കാണാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്തായാലും വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇത് 2 ഹോളായിട്ടാണ് ഉള്ളത് കേട്ടോ. മുകളിലത്തെ ഹോളിലാണ് ഞാൻ പറഞ്ഞ 1000 കിലോ അധികം സ്വർണം കൊണ്ടുണ്ടാക്കിയ പല കാഴ്ചകളും മുകളിലുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള അന്നത്തെ കാലത്ത് താമസിച്ച ഇവരുടെ കുറേ ആചാരങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ പർവ്വതത്തിൻ്റെ ഒരു ഹിമാലയൻ പർവ്വതമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറിലൊക്കെ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ അല്ലാത്തതൊക്കെ ഇവിടുത്തെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് സമ്പന്നനായ ജൈന വ്യവസായി റായ് ബഹദൂർ സേത് മൂൽചന്ദ് സോണിയും മകൻ നേമിചന്ദ് സോണിയും ചേർന്ന് നിർമ്മിച്ചത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ആ ഗോൾഡിൻ്റെ ഹോള് അത് മുകളിലാണുള്ളത്. സ്വർണ്ണനഗരി എന്നറിയപ്പെടുന്ന ഈ അറയിൽ 1000 കിലോയിലധികം സ്വർണം കൊണ്ട് നിർമ്മിച്ച വിപുലമായ ഒരു എന്താ പറയുക, നമ്മുടെ ഈ അയോധ്യയല്ലേ, അയോധ്യയുടെ ഒരു ഭാഗമല്ല, അയോധ്യയാണെന്നാണ് പറയുന്നത്. അതിൽ ഈ ഒരു ഇതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഋഷഭനാഥ ഭഗവാന്റെ ജീവിതം, പിന്നെ അയോധ്യ പോലുള്ള പുരാതന നഗരങ്ങൾ, ആകാശവാഹനങ്ങൾ, ദേവന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, നദികൾ, അങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഒരു വിൻഡോനുള്ളിൽ കൂടെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അജ്മീർ ദർഗ കാണാൻ വരുന്നവർ ഇവിടെയും കൂടെ ഒന്ന് കയറി വിസിറ്റ് ചെയ്യണേ. ഇനി ഞങ്ങൾ പോണത് ജോധ്പൂർ വഴി ജയ്സൽമേരേക്കാണ്. അപ്പം ജോധ്പൂരത്തെ വ്ളോഗ്സൊക്കെ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ പോണത് ജോധ്പൂരിൽ ഒരു മഡ് ഹൗസിലേക്കാണ്. അവിടെ നൈറ്റ് സ്റ്റേ ചെയ്തു രാവിലെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒന്നാമത് നല്ല ടയേർഡ് ആയിരുന്നു, ഫോണൊക്കെ ചാർജൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വീഡിയോ എൻട്രൻസ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോകും ജയ്സൽമേരേക്ക്. അടുത്തൊരു ലോങ് വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.